എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 3 ഇന്ന് ആരംഭിക്കണം. ഈ അധ്യായത്തില് ശര്യാദി രാജാവിന്റെയും അദ്ദേഹത്തിന്റെ പുത്രിയായ സുകന്യയുടെയും പിന്നെ സുകന്യയുടെ പൗത്രനായ രൈവതകന്റെയും ചരിത്രം പറയുകയാണ്. ആ മനുപുത്രനായ ശര്യാദി രാജാവ് വളരെ ശ്രേഷ്ഠനായിട്ടുള്ള മഹാരാജാവായിരുന്നു, പണ്ഡിതനായിരുന്നു, വേദജ്ഞനായിരുന്നു. അദ്ദേഹമാണ് അംഗരസുകൾ നടത്തിയ സത്രത്തിലെ 2-ാമത്തെ ദിവസം നടത്തേണ്ട ആ യജ്ഞത്തെ ഉദ്ദേശിച്ചുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചത് എന്ന് പറയുന്നുണ്ട് ഇതില്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത നവമസ്കന്ധ 3-യോऽധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തം അനുപേതമഭേദകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം കഥാമയം ഭാഗവതാഭിധാനാം. ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. കൊണ്ടൽക്കാരണിവർണ്ണന് കരളലിഞ്ഞും കൊണ്ടു ഹൃത്തിൽ സദാ കണ്ടും കൊണ്ടു സുഖോക്ത ഭാഗവത പീയൂഷം നുകർന്നിടുവാൻ വേണ്ടും മാധുരി തൊട്ട സർവഗുണമെൻ വാണിക്കിണക്കിട്ടു ചൊൽക്കൊണ്ടിപ്പോൾ പൊതിയിൽ തെളിഞ്ഞു വിലസും തസ്മിതാ വന്ദനം രക്ഷിക്കിതാ വന്ദനം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ശര്യാതിർമാനവോ രാജ ബ്രഹ്മിഷ്ഠഃ സ ബഭൂവഃ യോ വാ അംഗിരസാം സത്രേ ദ്വിതീയമഹ ഊജിവാൻ. മാനവ ശര്യാദി രാജ. മനുപുത്രനായ ശര്യാദി രാജാവ് ബ്രഹ്മിഷ്ഠ ബഭൂവഃ വേദാർത്ഥ തത്വജ്ഞനായി ഭവിച്ചു. യാതൊരുവൻ അംഗിരസാം സത്രേ അംഗിരസുകളുടെ സത്രത്തിൽ ദ്വിതീയഃ 2-ാമത്തെ ദിവസം ചെയ്യേണ്ട കർമ്മത്തെ ഊജിവാൻ പറഞ്ഞു. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ഈ മനുപുത്രനായ ശര്യാദി രാജാവ് വേദാർത്ഥം അറിയുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹമാണ് അംഗിരസുകൾ നടത്തിയ ആ സത്രത്തിലെ 2-ാമത്തെ ദിവസം വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചത്. സുകന്യാനാമ തസ്യാസിൽ കന്യാ കമലലോചന തയാ സാർദ്ധം വനഗതോ ഹ്യഗമൽ ചവനാശ്രമം. തസ്യ അദ്ദേഹത്തിന് കമലലോചന താമരദളം പോലെ ഇരിക്കുന്ന നേത്രങ്ങളോടുകൂടിയ സുകന്യ നാമ കന്യ ആസീത് സുകന്യ എന്നു പേരായ ഒരു പുത്രി ഉണ്ടായി.
തയാ സാർദ്ധം അവളോടുകൂടി വനഗത വനത്തിൽ ഗമിച്ചവനായിട്ട് ച്യവനാശ്രമം അഗമത് ച്യവനാശ്രമത്തെ ഗമിച്ചു. അദ്ദേഹത്തിന് സർവാംഗസുന്ദരിയായ അതിസുന്ദരിയായ ഒരു കന്യക ഉണ്ടായി. അവളുടെ പേരാണ് സുകന്യ. മഹാരാജാവ് കാട്ടിലേക്ക് പോയ സമയത്ത് ആ സുകന്യയും കൊണ്ട് ഒരു ദിവസം സുകന്യയും കൊണ്ടിട്ടാണ് കാട്ടിലേക്ക് പോണത്. അങ്ങനെ ച്യവന മഹർഷി താമസിക്കുന്ന ആ ആശ്രമത്തില് സുകന്യയോടുകൂടി അദ്ദേഹം പ്രവേശിച്ചു. സഖീഭി പരിവൃത വിജിന്നന്ത്യാഘ്രിപാൻ വനെ വാൽമീകരന്ധ്രേ ദദൃശേ ഖദ്യോതേ ഇവ ജ്യോതിഷി. സഖീഭി പരിവൃത സാ സഖികളാൽ ചുറ്റപ്പെട്ടിരുന്ന അവൾ വനേ അഘ്രിവാൻ വനത്തിൽ വൃക്ഷങ്ങളെ വിജിന്വന്തി നോക്കുന്നവളായിട്ട് വാൽമീകരന്ധ്രേ വൽമീക ദ്വാരത്തിൽ ഖദ്യോതേ ഇവ മിന്നാമിനുങ്ങുകൾ എന്ന പോലെ ദ്വേ ജ്യോതിഷി രണ്ട് തേജോരൂപങ്ങളെ ദർശിച്ചു. അപ്പൊ സുകന്യ തന്നെയല്ല, സുകന്യയോട് കൂടെ കളിക്കാൻ ചെറിയ കുട്ടിയാണ്, 10 വയസ്സേ ആയിട്ടുള്ളൂ സുകന്യക്ക്. അപ്പൊ ധാരാളം സഖികളുണ്ട് രാജകുമാരിയുടെ കൂടെ. അങ്ങനെ ആ രാജകന്യക സഖികളോടുകൂടി കാട്ടിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു മനോഹരമായ ദൃശ്യം! വൃക്ഷങ്ങൾ മുഴുവൻ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കണു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് കാട്ടില്. അപ്പോഴാണ് ഒരു പുറ്റ്, അതിൻ്റെ ഉള്ളിലിങ്ങനെ എന്തോ മിന്നാമിന്നു പോലെ, ഒരു ഭാഗത്ത് ഇങ്ങനെ മിന്നാമിന്നുകളെ പോലെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. 2 തേജോഗോളങ്ങള് പുറ്റിന്റെ മുകൾ ഭാഗത്തായിട്ട് സുകന്യ കണ്ടു. തദ്ദൈവ ചോദിതാ ബാല ജ്യോതിഷീ കണ്ടകേന വൈ അവിധ്യൻ മുഗ്ധഭാവേന സുസ്രാവാസൃക്തതോ ബഹു. തത് അപ്പോൾ ദൈവചോദിത ബാല, പ്രാരബ്ധത്താൽ പ്രേരിപ്പിക്കപ്പെട്ട ആ ബാല, ആ പെൺകുട്ടി, മുഗ്ധഭാവേന മൗഢ്യത്താൽ, കണ്ടകേന കണ്ടകത്താൽ, ജ്യോതിഷി ആ 2 തേജോഖണ്ഡങ്ങളെ അവിദ്യൽ വേധിച്ചു, കുത്തി അർത്ഥം. തഥാ അതിൽ നിന്ന് ബഹു അസൃക് അധികം രക്തം സുസ്രാവ ശ്രവിച്ചു. അപ്പോഴാണ് ആ കുട്ടിക്ക് ഒരു ദുർബുദ്ധി തോന്നി. ആ പ്രാരബ്ധകർമ്മം അവളെ ഉത്സാഹിപ്പിച്ചത് കൊണ്ട് ഇതെന്താ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കണത് എന്ന് അറിയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി എന്തു ചെയ്തു? ബാല്യസഹജമായ മൗഢ്യത്തോടുകൂടി, അതായത് ആ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു മുള്ളിന്റെ കോലെടുത്തു. എന്നിട്ട് അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ തേജോഗോളങ്ങളിൽ അങ്ങോട്ട് കുത്തി. അപ്പണ്ടാ അതിൽ നിന്ന്, ആ പുറ്റിനുള്ളിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. കുട്ടി പേടിച്ചു. ശകൃന്മൂത്ര നിരോധോഭൂൽ സൈനികാനാം ച തൽക്ഷണാൽ രാജർഷിസ്തമുപാലക്ഷ്യ പുരുഷാൻ വിസ്മിതോ ബ്രവീൽ. തൽക്ഷണാൽ ആ ക്ഷണം മുതൽ സൈനികാനാം സൈന്യത്തിലുള്ളവർക്ക് ശകൃൻ മൂത്ര നിരോധ അഭൂത്, മലം മൂത്രാദികളൊക്കെ അങ്ങോട്ട് തടസ്സപ്പെട്ടു. ആ രാജാവിൻ്റെ സൈന്യങ്ങൾക്കെല്ലാം. പെട്ടെന്ന് രാജർഷി, ഋഷിതുല്യനായ ആ രാജാവ്, തം ഉപാലക്ഷ്യ അതിനെ കണ്ടിട്ട് വിസ്മയത്തോടു കൂടിയവനായി പുരുഷന്മാരോട് അബ്രവീത് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ രാജാവിന് അത്ഭുതമായി. എന്താ അതിങ്ങനെ പെട്ടെന്ന്? ആ സംഭവമുണ്ടായ സമയം മുതൽ രാജാവിൻ്റെ സൈന്യത്തിലുള്ളവർക്ക് മലാദികൾ തടസ്സപ്പെട്ടതായി കണ്ടതുകൊണ്ട് ആശ്ചര്യപ്പെട്ട ശര്യാദി രാജാവ് തൻ്റെ ആളുകളോട് പറഞ്ഞു, അപ്യഭദ്രം നയുഷ്മാഭിർ ഭാർഗവസ്യ വിജേഷ്ടിതം വ്യക്തം കേനാവിനസ്തസ്യ കൃതം ആശ്രമദൂഷണം. യുഷ്മാഭി നിങ്ങളാൽ ഭാർഗവസ്യ ച്യവനന് അഭദ്രം ഉപദ്രവം വിചേഷ്ടിതമഭി ആചരിക്കപ്പെട്ടുവോ? ന കേനാവി നമ്മളുടെ കൂട്ടത്തിൽ ഏതോ ഒരുവനാൽ തസ്യ ആശ്രമദൂഷണം അദ്ദേഹത്തിൻ്റെ ആശ്രമോപദ്രവം കൃതം വ്യക്തം ചെയ്യപ്പെട്ടു എന്നത് സ്പഷ്ടം. ആ ച്യവന മഹർഷി അതീവ തപസ്യാണ്. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ഇതെന്താ ഇതിങ്ങനെ വരാൻ ഒരു കാരണമില്ല? ച്യവനമുനിക്ക് നിങ്ങൾ എന്തെങ്കിലും വല്ല ഉപദ്രവം ചെയ്തുവോ? നമ്മളുടെ സംഘത്തിൽ ആരോ ഒരാള് അദ്ദേഹത്തിന്റെ ആശ്രമത്തില് ഏതോ വിധമായ ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ആ സേനകളിലുള്ള ജനങ്ങൾക്ക് സങ്കടം നേരിടില്ല. ആരാണ് ചെയ്തത്? വേഗം പറയൂ പറഞ്ഞു. അത് സുകന്യാണ് ചെയ്തെന്ന് രാജാവ് സ്വപ്നത്തിൽ പോലും വിചാരിക്കണില്ല.
ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ